ഇന്ന് നമുക്ക് ഈ വേസ്റ്റ് കവറുകളെല്ലാം വെച്ചൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്താലോ? നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ പേപ്പർ കവർ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നീട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഇലയുടെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് വെച്ച് ഇതിൽ ഒരെണ്ണം കൂടെ വരച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ വരച്ചെടുക്കുന്നത് കുറച്ച് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ വരച്ചെടുത്തതിലൂടെയല്ല, കുറച്ച് ചെറുതാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പേപ്പർ കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇലയുടെ ഷേപ്പ് ഇതിൽ വെച്ച് നമുക്ക് വരച്ചു കൊടുക്കണം. ഇനി നമ്മൾ വരച്ചെടുത്തത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ കുറേ ഇലകൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഉൾവശം സിൽവർ കളറുള്ള വേസ്റ്റ് കവർ കട്ട് ചെയ്തെടുത്തു. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ചെറിയ ഇല വെച്ചാണ് നമുക്ക് ഇതിൽ വരച്ചെടുക്കേണ്ടത്. പേപ്പർ കവറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തത് വലിയ ഇല വെച്ച് വരച്ചെടുത്തിട്ടാണ്. ഇതുപോലെ കുറേ ഇലകൾ നമുക്കിതിൽ വരച്ചെടുക്കണം. ഇനി നമ്മളിതിൽ വരച്ചെടുത്തതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ പേപ്പർ കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെച്ച് അതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ സ്റ്റിക്ക് നമ്മൾ അതിൽ നിന്നും എടുത്തു മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിനകത്തേക്ക് ഈർക്കളിയുടെ പീസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പേപ്പർ കവറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇലകളിലേക്ക് നമുക്ക് ഈ സിൽവർ കളർ ഇലകൾ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഓരോ ഇലകളിലും നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളിലും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഈർക്കളി പൊട്ടിപ്പോവാത്ത രീതിയിൽ ചെറുതായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ഇലകളായി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കവറുകൾ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ പേപ്പർ കവറുകളെല്ലാം വെച്ച് വേറെയും ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളും ഇതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇതുപോലെ തന്നെ വേറെ 4 എണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. പിന്നീട് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ തെർമോക്കോളിന്റെ പീസുകളൊന്ന് വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പേപ്പർ കവറിൽ ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇപ്പൊ നമ്മൾ ആ കാർഡ്ബോർഡ് ബോക്സ് പേപ്പർ കവറിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇലകൾ നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി ഓരോന്നായി നമുക്ക് ഇതിലേക്ക് ഒന്ന് വെച്ച് നോക്കാം. ഒരെണ്ണം നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ആ ബോക്സിലേക്ക് വെച്ചു കൊടുത്തു. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.